പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ ഈശോ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ മുദ്രയെക്കുറിച്ചും കേൾക്കാൻ മുദ്രയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും മറ്റ് ചില സന്ദേശങ്ങൾ കൂടി സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ചേർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടും ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൊണ്ടും കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മൂന്നാമത്തെ മുദ്രയും കഴിഞ്ഞു, നാലാമത്തെ മുദ്രയിലേക്ക് നമ്മൾ സംസാരിച്ചെത്തിയായിരുന്നു. നാലാമത്തെ മുദ്രയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടെന്ന് പറയുന്നത്, നാലാം മുദ്ര എന്ന് പറയുമ്പം ഒരു 3.5 വർഷം അങ്ങോട്ട് കഴിഞ്ഞ് 7 വർഷത്തെ യുദ്ധത്തിൽ 3.5 വർഷം തീർന്ന് ആ വർഷം എന്ന് പറയുമ്പോൾ ആ 3 വർഷം തീർന്നു മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ എന്ന ആ ചൊല്ല് നഷ്ടപ്പെടും. അതൊക്കെ തീരും, വർഷങ്ങളെല്ലാം തീർന്നു. ലോകം ഉൽപ്പാദിപ്പിക്കപ്പെട്ട കാലം മുതൽ 2030 ജൂലൈ മാസം മുമ്പ് വരെ ആ സമയം വരെ വർഷങ്ങൾ അപ്പോൾ തീർന്നു. അതിനുശേഷമുള്ളതാണ് നമ്മൾ കണ്ടത് 1290 ദിവസം ഉണ്ടായിരിക്കും. അങ്ങനെ ദാനിയേൽ പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? 1290 ദിവസം ഉണ്ടായിരിക്കും. 1290 എന്ന് പറഞ്ഞാൽ അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതി വരെ ആയിരിക്കും. അങ്ങനെയുള്ള 3.5 വർഷം, അത് 3.5 വർഷമല്ല, സമയമാണ്. അതിൻ്റെ ഒന്നാമത്തെ സമയമാണ് 2030 ജൂൺ മാസം മുതൽ 2031 ജൂൺ മാസം വരെയുള്ള ഒരു വർഷം. ആ ഒരു വർഷം ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ, ഈ സമയത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം വർഷങ്ങൾ തീർന്നതിന് ശേഷം യുഗം അവസാനിക്കുകയാണ്. യുഗാന്ത്യം എന്ന് പറയുമ്പോൾ 1000 വർഷം 2033 തികയുന്നതെങ്കിലും അതിൻ്റെ മുന്നോടി കുറേ സമയം കൂടെ ചേർന്നിട്ട് ലോകം അവസാനിക്കുന്ന സമയത്തിൻ്റെ തുടക്കത്തെയാണ് ശരിക്കും ഈ സമയം എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. 2030 ജൂൺ മാസം മുതൽ തുടങ്ങുന്ന കാലഘട്ടം പിന്നെയുള്ളത് ലോകാവസാന കാലഘട്ടം, ലോകാവസാന സമയമാണ്. ആ സമയമാണ് 3.5 വർഷം എന്ന് പറയുന്ന സമയം, 3.5 വർഷത്തെ സമയം. ആ സമയം മുതൽ 2033 ഡിസംബർ വരെയുള്ളത് ഒരു സമയമാണ്. ലോകം അവസാനിക്കാൻ, ലോകാവസാനം എന്ന സത്യം, പ്രപഞ്ചമില്ലാതെയാകുവാൻ, ഈ ലോകം അവസാനിച്ച് പുതിയ യുഗം പിറക്കുവാൻ, പുതിയ സ്വർഗരാജ്യം വരുവാൻ, അതിൻ്റെ സമയം, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ, ലോകം ഇല്ലാതെയാകുവാൻ, ദുഷ്ടശക്തികൾ എന്നേക്കുമായി തകർക്കുവാൻ, നീതിമാന്മാരെയും ദുഷ്ടരെയും വേർതിരിക്കുവാൻ, പാതാളത്തെയും സ്വർഗത്തെയും വേർതിരിക്കുവാൻ, അങ്ങനെയുള്ള ഇന്നുവരെ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ എളുപ്പമില്ലാത്ത, വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത, വിശ്വാസത്തിൻ്റെ തലത്തിൽ പ്രവേശിക്കുകയില്ലാത്ത, ഇതാർക്കും പ്രഘോഷിക്കാൻ പറ്റാത്ത, നിഗൂഢ രഹസ്യങ്ങളെ ആർക്കും അറിയാത്ത ആ വലിയ സമയമാണ് പിന്നീട് വരുന്ന ഈ 3.5 വർഷം. അതായത് സമയത്തിന് മതി. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മറ്റൊരു കാര്യം പറഞ്ഞ ക്ഷാമത്തെക്കുറിച്ചും ഏതെല്ലാം രീതിയിലാണ് ക്ഷാമങ്ങളും ലോകത്തെ 200 കോടി ജനം നശിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അവിടെ മറ്റൊന്ന് വീടുമുണ്ട്, പാതാളം അതിനെ പിന്തുടർന്നു എന്നൊരു വചനമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് പാതാളത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് കൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞാൽ 2 രീതിയിൽ പാതാളത്തെക്കുറിച്ച് പഴയ നിയമ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് യേശു സുവിശേഷത്തിൽ പറഞ്ഞത് ധനവാന്റെ ലാസറിന് മുമ്പ് പറഞ്ഞ ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്നാണ്. അപ്പോൾ എന്നാൽ എസെക്കിയാവിന്റെ പുസ്തകം അതിൻ്റെ 32-ാം തിരുവചനത്തിൽ 32:17 32-ാം വചനം, അത് 32-ാം വചനം 17-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ജനതകൾ പാതാളത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. 12-ാം മാസം 1-ാം മാസം 15-ാം ദിവസം കർത്താവിനോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്തിലെ ജനങ്ങളെ ഓർത്ത് വിലപിക്കുക, അവളെയും ശക്തമായ അവളുടെ പുത്രിമാരെയും പാതാളത്തിൽ പതിക്കുന്നവരുടെ കൂടെ അധോലോകത്തിലേക്ക് തള്ളിയിടുക. 12-ാം വർഷം 1-ാം മാസം 15-ാം ദിവസം. കണ്ടോ, അവിടെ പ്രിയപ്പെട്ട സമയത്തെക്കുറിച്ച് വന്നിരിക്കുന്നത്. വർഷത്തെക്കുറിച്ച് വന്നിരിക്കുന്നു, മാസത്തെക്കുറിച്ച് വന്നിരിക്കുന്നു, ദിവസത്തെക്കുറിച്ച് വന്നിരിക്കുന്നു, ആ ദിവസത്തിലെ സമയത്തെക്കുറിച്ച് വന്നിരിക്കുന്നു. അതാണ് അവിടെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ എന്തായി? അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം ലോകത്ത് പാതാളം ഔദ്യോഗികമായിട്ട് തുറക്കുന്ന സമയമാണ് അത്. ഇനി അതിൽ തന്നെ മറ്റൊന്നുകൂടി, ഇത് എസെക്കിയാവ് പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഇനി അത് കുറച്ചുകൂടെ മറ്റൊരു രീതിയിൽ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ കർത്താവ്: അതിനാൽ
പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു, സീമാതീതമായി അത് വാ തുറന്നിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പാതാളത്തിൻ്റെ ആർത്തി, പാതാളത്തിലേക്ക് പതിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വലിച്ചു താഴേക്ക് താഴ്ത്തിയിടുന്ന, അഗാധത്തിലേക്ക് വലിച്ചു താഴ്ത്തുന്ന ആ പൈശാചിക തിന്മയുടെ ശക്തിയുടെ വലയം മനുഷ്യരാശി, ജനതകൾ, ഒന്ന് രണ്ട് പേരെയല്ല, ആയിരക്കണക്കിന് 10,000കണക്കിന് മനുഷ്യരെ പാതാളത്തിൻ്റെ അഗാധത്തിലേക്ക് വലിച്ചു താഴ്ത്തുകയാണ്. പൈശാചിക തിന്മയുടെ പുട്ടുത്തം വലിച്ചു താഴ്ത്തുകയാണ്. അതുകൊണ്ട് പറഞ്ഞ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു, സീമാതീതമായി അത് വായി പിളർന്നിരിക്കുന്നു. യെശയ്യാപ്രവചന പുസ്തകം 4-14 തിരുവചനം, അവിടെയാണ് അത് ജീവിച്ചിരിക്കുന്നത്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് യെശയ്യാപ്രവചന പറഞ്ഞിരിക്കുന്നത് ജനതകൾ പാതാളത്തിൽ, അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. വെളിപാട് പുസ്തകം വരുമ്പോൾ അതായത് അതുകൊണ്ടാണ് നാലാമത്തെ മുദ്ര തുറക്കുമ്പോൾ 2030 മുതൽ ലോകത്ത് നരകം മാറ്റപ്പെടും. പിന്നെ നരകമെന്ന് പറയുന്നില്ല, പിന്നെ പാതാളമാണ്. പാതാളം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ അഗാധങ്ങളിൽ നിന്നുള്ള ലാവയും അതിൻ്റെ വലിയ ഗർത്തങ്ങളും ഭൂമിയിലേക്ക് തുറക്കപ്പെടും. കാരണം ബഹിരാകാശത്തു നിന്ന് കൽമഴയുണ്ടാകും, ബഹിരാകാശത്തു നിന്ന് ഉപഗ്രഹം താഴോട്ട് വരും, വലിയ പാറക്കഷ്ണങ്ങൾ താഴേക്ക് വരും, അതെല്ലാം ഭൂമിയുടെ അഗാധങ്ങളിലേക്ക് പോകും. അവിടുന്ന് ആ പൊത്തിനകത്തൂടെ, ആ വലിയ ദ്വാരത്തിനകത്തൂടെ ഭൂമിക്ക് അകത്തു നിന്നും ലാവ പുറത്തേക്ക് വരും, അതിന് പൈശാചികത്തിൽ തിന്മ പുറത്തേക്ക് വരും. അങ്ങനെ പാതാളവും ഭൂമിയും തമ്മിലുള്ളൊരു ബന്ധം, പാതാളത്തിൻ്റെ ഉദ്ഘാടനം. അതുകൊണ്ടാണ് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചന പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്ന ഏതാണ്? യെശയ്യാപ്രവചന പുസ്തകത്തിൽ അത് കർത്താവ് പറഞ്ഞിരിക്കുന്നു, ജനതകൾ പാതാളത്തിൽ. യെശയ്യാപ്രവചന പുസ്തകം 32-ാം അധ്യായം 17-ാം തിരുവചനം, അത് ജനതകൾ പാതാളത്തിൽ എന്ന് പറഞ്ഞാൽ ജനതകളോ അതിനകത്തേക്ക് വീട് കഴിഞ്ഞു. ജനങ്ങളല്ല, ജനതകൾ. അതിനകത്ത് ലോകത്തിലെ എല്ലാവിധ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും, അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ടാവും, യഹൂദന്മാരുണ്ടാവും, ഇന്നത്തെ മുസ്ലിം വിഭാഗത്തിലുള്ളവരും ഹൈന്ദവ മതത്തിലുള്ളവരുണ്ടാവും, ജൈനമതത്തിലും മറ്റേതെങ്കിലും മതത്തിലോ ക്രിസ്തുവിൻ്റെ യഹൂദന്മാരുണ്ടാവും. എല്ലാ വിധത്തിൽപ്പെട്ട ആളുകളും ഈ പാതാളത്തിൽ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് പറയുന്നത്. കാരണം വെച്ചാൽ ആ സമയത്ത് തുറക്കപ്പെടുന്ന പാതാളത്തിലേക്ക് ആരൊക്കെ പ്രവേശിക്കുമെന്ന് കർത്താവ് വ്യക്തമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, 4-ാമത്തെ മുദ്രയെ പറ്റി പറയുമ്പോൾ കർത്താവ് എന്ന് പറഞ്ഞേ, പാതാളം അതിനെ പിന്തുടർന്നു. ഈ ക്ഷാമവും പ്രശ്നങ്ങളും എല്ലാം വരുമ്പോൾ തൊട്ടു പുറകിൽ ആരാണുള്ളത്? പാതാളമാണുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ഈ സമയത്ത് മനുഷ്യൻ ശപിക്കും, ദൈവത്തെ ശപിക്കും. ഭക്ഷ്യക്ഷാമമാണ്, വലിയ ഭക്ഷ്യക്ഷാമമാണ്. അതോടൊപ്പം വാളയുദ്ധമാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, പകർച്ചവ്യാധിയാണ്. മനുഷ്യൻ ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും? പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ച് പാതാളത്തിലേക്ക് പോരെ, ഇനി ദൈവത്തെ ശപിക്ക്, ദൈവത്തോട് ചേർന്ന് നിൽക്കണ്ട, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആവശ്യം നമുക്കില്ല, ഇത്ര വലിയ ദുരന്തങ്ങൾ തന്നിട്ട് ഇനി എന്തിന് ക്രിസ്തു നമ്മൾ നിൽക്കുന്നു, എന്തിനത്തെ സഹനം ഏറ്റെടുക്കുന്നു? അതിൽ ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അന്നിന് ആഹാരം തരുന്നവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അന്ന് സമ്പത്ത് തരുന്നവരുടെ കൂട്ടത്തിൽ ഈ കഷ്ടതയെല്ലാം സഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പാതാളത്തിനകത്തേക്ക് വലിച്ചു താഴ്ത്തുന്ന സംവിധാനം എപ്പോൾ വരും? 2030 കാലഘട്ടം വരുമ്പോൾ. അതുകൊണ്ടാണ് 4-ാമത്തെ മുദ്ര അങ്ങനെ കർത്താവ്. അടുത്തതാണ് 5-ാമത്തെ മുദ്ര. 5-ാമത്തെ മുദ്ര, 4-ാമത്തെ മുദ്രയിൽ തന്നെ എന്തൊക്കെയുണ്ട്? വർഷങ്ങൾ തീർന്ന് സമയങ്ങൾ തുടങ്ങും. അത് 1290 എന്ന സംഖ്യ തുടങ്ങും. താലേ പറഞ്ഞ 1290 ദിവസം ഉണ്ടാവും. അതിൽ തന്നെ 1290 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ദാനിയേൽ പറഞ്ഞ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് വലിയൊരു സംഭവം കൂടെ പറയുന്നത് ഇപ്രകാരമാണ്. അത് സമയത്തിൻ്റെ പകുതിയും വരെയായിരിക്കും എന്ന് പറഞ്ഞിട്ട്, നിരന്തര ദഹനബലി നിർത്തലാക്കുന്ന സമയം മുതൽ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാവും. 1335 ദിവസം ഉറച്ചേക്കുന്ന ഭാഗ്യവാൻ. അപ്പോൾ 1290 എന്ന് പറയുന്നത് ഒരു 3.5 ദിവസമാണ്, 3.5 വർഷമാണ്. ആ 3.5 വർഷമാണ് ഈ സമയങ്ങളും സമയത്തിൻ്റെ പകുതി പറഞ്ഞത്. അപ്പോൾ സമയമാണത്, അത് വർഷമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ദിവസത്തെ പറഞ്ഞത്, ഓരോ സമയമാണ്. ഒരു ദിവസം ഒരു സമയമാണ്, രണ്ടാമത്തെ സമയം, ഒരാഴ്ചത്തെ സമയം, അങ്ങനെ ഒരു മാസത്തെ സമയം, അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു, അങ്ങനെ വീണ്ടും 3.5 വർഷത്തെ സമയം. ആ സമയം തീരുമ്പോൾ യുഗം അവസാനിച്ച് ലോകം അന്ത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് സമയങ്ങളെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാലഘട്ടങ്ങളിലാണ് ചിപ്പ് സംവിധാനങ്ങൾ പറ്റി അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്നിട്ട് പറയുകയാണ്, 1290 ദിവസം ഉറച്ചു വയ്ക്കുന്ന ഭാഗ്യവാൻ, 1335 ദിവസം ഉറച്ചു വയ്ക്കുന്ന ഭാഗ്യവാൻ. 1290 ദിവസം ഉണ്ടാവും, 1335 ദിവസം ഉറച്ചിരിക്കുന്ന ഭാഗ്യവാൻ. പിന്നീട്, അതായത് ഈ സമയം കഴിഞ്ഞ് പിന്നീട് വർഷങ്ങളില്ല. ഇവിടെയാണ് പന്തക്കുസ്തു വിഭാഗത്തിന് വലിയ തെറ്റുപറ്റിയിരിക്കുന്നത്. ഇത് ഇത്രയും നിഗൂഢമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പന്തക്കുസ്തു വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്
അവർ ഇപ്പോൾ സഭയെടുക്കപ്പെടും. 2027 സഭയെടുക്കപ്പെടും. 2025 സെപ്റ്റംബർ 11 സഭയെടുക്കപ്പെടും. ലോകം അവസാനിക്കും. ഡേറ്റുകൾ ആർക്കും അറിയത്തില്ല. അതിന് കാരണം ഇത്തരം നിഗൂഢസ്യങ്ങൾ ആർക്കും വെളിപ്പെട്ട് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നീട് 1335 ദിവസം ഉറച്ചേക്കാന്ന് പറഞ്ഞാൽ വീണ്ടും അതൊരു 3.5 വർഷമാണ്. അത് നമുക്കറിയാം. അത് കണക്കൂട്ടിൽ അതൊരു 3.5 വർഷത്തിന് മേലെ വരും. അപ്പോൾ പിന്നീട് ഒരു 1235 ദിവസം 1335 ദിവസം അല്ല, പിന്നീട് വർഷങ്ങൾ ഇല്ല. സമയം തീർന്നാൽ ലോകം തീർന്നു. അതാണ് സംഭവം. പിന്നെ ആകാശവും ഭൂമി അപ്രത്യക്ഷമാകണം, പാതാളം സൃഷ്ടിക്കപ്പെടണം, സ്വർഗം സ്ഥാപിക്കപ്പെടണം, പ്രപഞ്ചത്തെ ഇല്ലാതാക്കി വേർതിരിക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. ഇതെല്ലാം പ്രത്യേക സമയങ്ങളിൽ ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ് ദൈവം. ആ സമയത്ത് ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ടാണ് സമയം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പിന്നെ 1335 ദിവസം എന്ന് പറയുന്നത് 1290 പ്ലസ് 45 സമം കൂട്ടണം കിട്ടുന്ന തുകയാണ് 1335 എന്ന നിഗൂഢ രഹസ്യം. ഇതാണ് ലോകം അവസാനിക്കാനുള്ള ഏറ്റവും വ്യക്തമായ തെളിവ്, കണക്ക്. ഈ കണക്കാണ് ലോകത്തിൽ ഇന്നാർക്കും അറിയപ്പെടാതെ പോയിരിക്കുന്നത്. അതാണ് എളിദാസിന് കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ 1290 ദിവസം എന്ന് പറയുമ്പോൾ 2033 ഡിസംബർ മാസം വന്നു. അവിടെ നിന്ന് ഈ 1335 എന്ന സംഖ്യയ്ക്ക് പകരം 45 എന്ന സംഖ്യ ഇട്ട് കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് 1335 1335 എന്ന് നമ്മൾ പറഞ്ഞു. 1335 ദിവസം ഉറച്ചു വയ്ക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് 45 എന്ന ദിവസമാണ്. 45 എന്ന സംഖ്യ എന്ന് പറയുന്നത് 1.5 മാസമാണ്. അത് 2033 ശേഷം 2034 മുതൽ 1.5 മാസം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഏത്? 2034 ഫെബ്രുവരി 15 ആ 15 ഈ 45 എന്ന സംഖ്യ 1.5 മാസം. ആ 1.5 മാസമാണ് 1335 എന്ന സംഖ്യയിൽ ദൈവം അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? 2033 കഴിഞ്ഞ് പിന്നെ വരുന്ന 45 ദിവസം കഴിയുമ്പോൾ ആകാശവും സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടെ വലിയ ആണവ സ്ഫോടനത്തിൽ പ്രപഞ്ചം എന്നേക്കുമായി ഇല്ലാതാവും. പ്രപഞ്ചം എന്നത് സൂര്യൻ കത്തിച്ചാമ്പലാവുന്നു, ചന്ദ്രൻ രക്തമയമാവുന്നു, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കൾ കത്തി നശിക്കും. അത് കർത്താവ് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? 5-ാമത്തെ മുദ്രയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. 5-ാമത്തെ മുദ്രയിൽ പ്രിയപ്പെട്ടവരെ നമ്മളതും കൂടെ മനസ്സിലാക്കണം. 5-ാമത്തെ മുദ്ര, അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവജനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ കണ്ടു. വലിയ സ്വരത്തിൽ അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായവനെ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി തങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ എത്രത്തോളം വൈകും. അവർക്ക് ഓരോരുത്തർക്കും ധവളവസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിരിക്കുന്ന സഹദാസരുടെയും സഹോദരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകി. സഹദാസരുടെയും സഹോദരുടെയും എണ്ണം. പ്രിയപ്പെട്ടവർ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ 2030 മുതൽ 31 ജൂൺ വരെ 2030 ജൂൺ മുതൽ 2031 ജൂൺ വരെ 1 വർഷം, അതായത് സമയം. അതാണ് സമയം. ആ സമയം പൂർത്തിയായി കഴിയുമ്പോൾ ആ സമയത്തേന്ന് അടുത്ത സമയം വരെ ഉള്ളൊരു സമയമുണ്ട്. 2031 ജൂൺ മുതൽ 2032 ജൂൺ വരെ ഏകദേശമുള്ള ആ സമയം എന്തോ സംഭവിക്കാമെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് ഒരു അല്പസമയം വീണ്ടും ആരെങ്കിലും മാനസാന്തരപ്പെടുന്നുണ്ടോ, പശ്ചാത്തപിക്കുന്നുണ്ടോ, അനുതപിക്കുന്നുണ്ടോ എന്നോർത്ത് കർത്താവ് ഒരു ചെറിയ സമയം കൂടി ഒരുക്കുന്നുണ്ട്. ആ സമയത്താണ്, അതുകൊണ്ടാണ് 5-ാമത്തെ മുദ്രയിൽ കർത്താവ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്താണ് വന്നിരിക്കുന്നത്? 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവത്തെ പ്രതിയും ഞങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് വീട്ടിൽ കണ്ടു. വലിയ സ്വരത്തിൽ അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ആ ബലിപീഠം എന്ന് പറയുന്നതാണ് ഇസ്രായേലിൻ്റെ ബലിപീഠമാണ്, അല്ല നമ്മുടെ കത്തോലിക്ക സഭയുടെ ബലിപീഠമല്ല. കത്തോലിക്ക സഭയുടെ ബലിപീഠം എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ 3-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ഉണ്ടാകുന്ന അസമാധാന നിമിത്തം ലോകത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ബലിയും അർപ്പണവും നിന്നുപോകും. പിന്നെ എന്നാലും ഇസ്രായേൽക്കാരുടെ ബലിപീഠം അവിടെ നിൽക്കും. അത് നശിപ്പിക്കപ്പെടും, പക്ഷേ എന്നാൽ പോലും അവിടെ നിൽക്കുകയും അതിൻ്റെ രഹസ്യ ബലികൾ അവിടെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ബലിപീഠത്തെ പ്രതിയും എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം അതാണ്. അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ അവർക്ക് ഓരോരുത്തർക്കും ധവളവസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിരിക്കുന്ന സഹദാസരാണ് ഇസ്രായേൽ ജനം. സഹോദരരുടെയും എണ്ണം തികയുന്നവരെ, അതായത്
യഹൂദന്മാരിൽപ്പെട്ടവരും ആ സമയത്തുള്ള കത്തോലിക്ക സഭയിലെ സഹദാസന്മാർ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം, സഹോദരർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ. എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. ആ അല്പസമയമാണ് 2031 മുതൽ 2032 വരെയുള്ള ഒരു വർഷം. ആ സമയത്താണ് 5ാമത്തെ മുദ്രപ്പെടുന്നത്. അതൊരു സമയമാണ്, അതായത് സമയങ്ങളാണ്. ആദ്യത്തെ സമയം, രണ്ടാമത്തെ സമയങ്ങളും ആ സമയത്താണ്. ആ സമയത്തിൻ്റെ മുദ്രയാണ് 5ാമത്തെ മുദ്ര. പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പ്രാർത്ഥനയുണ്ട്. ഒരുപാട് ജനങ്ങൾ വീണ്ടും കർത്താവിൽ വിശ്വസിക്കും. ഒരുപാട്, അതാണ് ജോയൽ പറഞ്ഞ പുസ്തകത്തിൽ അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെ മേൽ വർഷിക്കും, അതിനുശേഷം അന്ത്യം ആഗതമാകും എന്ന വചനം ജോയൽ പറഞ്ഞ പുസ്തകത്തിൽ നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ 5ാമത്തെ മുദ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയങ്ങളുടെ തുടക്കമാണ്. അപ്പോൾ 2ാമത്തെ വർഷം മാനുഷിക ഭാഷയിൽ വർഷം, പക്ഷെ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ അത് സമയമാണ്. അങ്ങനെ 5ാമത്തെ മുദ്ര തുറക്കുമ്പോൾ 2031 മുതൽ 2032 വരെയുള്ള കാലഘട്ടത്തെ സമയമാണ് ഇത്. പിന്നീടാണ് 6ാമത്തെ മുദ്ര തുറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ 2ാമത്തെ മുദ്രയൊക്കെ പരസ്പരം 4ാമത്തെ മുദ്ര പൊട്ടുമ്പോൾ നമുക്കറിയാം 200 കോടി ആളുകൾ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സമാധാനമില്ലാതാകും, കൂതാശകളില്ലാതാകും, വലിയ അസമാധാനത്തിൻ്റെ മുദ്രകൾ പൊട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എന്താണ് മുദ്ര, ഓരോ ഇതിനെക്കുറിച്ചും വന്നിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ മുദ്ര, ഭക്ഷണ സാധനം ഇല്ലാത്തതിൻ്റെ മുദ്ര, സമാധാനം നഷ്ടപ്പെട്ടതിൻ്റെ മുദ്ര, സമയം കാത്തി മനുഷ്യൻ വിശ്വാസം വിശുദ്ധിയും ആർജിക്കുവാൻ അല്പസമയം കിട്ടുന്ന സമയത്തിൻ്റെ മുദ്ര, അതുപോലെ തന്നെ സമയങ്ങളും തുടങ്ങുന്ന മുദ്ര. ഇങ്ങനെ 6 മുദ്ര. അത് അവസാനം 7ാമത്തെ മുദ്ര പൊട്ടുന്നുണ്ട്. 7 മുദ്രയാണ് 6ാമത്തെ മുദ്ര. 5ാമത്തെ മുദ്ര പൊട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോഴത്തേനും 2031-32 സമയം വന്നു. പിന്നീട് 33ാമത്തെ കാലഘട്ടം, യുഗാന്ത്യം, 6ാമത്തെ മുദ്ര. അവൻ 6ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി. അപ്പോഴത്തേനും എന്തായി? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2030 മുതൽ 30 ജൂൺ മാസം മുതൽ 2031 ജൂൺ മാസം വരെ ഒരു വർഷം. അപ്പോൾ ആ കാലഘട്ടത്തെയും കൂടെ നമ്മൾ ഓർത്തിരുന്നു. പിന്നെ 2031 ജൂൺ മുതൽ 2032 ജൂൺ വരെ ഉള്ള ഒരു കാലഘട്ടം. അപ്പോൾ അതാണ് സമയങ്ങളും. അത് അപ്പോൾ എത്ര 2032 വന്നു സമയം, ആ വർഷത്തെ കണക്ക് കൂട്ടുമ്പോൾ. പിന്നീടുള്ളതാണ് 2033. അതാണ് യുഗാന്ത്യം. അതാണ് എസെക്കിയേലല്ല, വെളിപാടിൻ്റെ പുസ്തകത്തിൽ വന്നിരിക്കുന്നത്. 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാവും. അതെവിടെയാണ് വെച്ചിരിക്കുന്നത്? വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിന് മോചിതനാവും. ഭൂമിയുടെ 4 കോണുകളിലുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. ഗോഗ മാഗോഗ് എന്നിവ യുദ്ധത്തിനായി അവൻ ഒരുമിച്ച് കൂട്ടും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പന്തക്കോസ്ത് വിഭാഗത്തിൽ ചില ആൾക്കാർ തെറ്റുപറ്റി പറയുന്നത് 1000 വർഷം എന്ന് 2033 ശേഷം പിന്നീട് 1000 വർഷമാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പിന്നീട് 1000 വർഷം ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഭൂമിയിൽ സമാധാനത്തോടെ ഉള്ള ജീവിതമുണ്ടെന്ന് പറഞ്ഞ് അതിനുശേഷമാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്നാണ് അവർ തെറ്റിദ്ധരിച്ച് പറയുന്നത്. അപ്പോഴത്തേനും ഈ 2030 യുഗാന്ത്യത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്നൊക്കെ പറയുന്നതിൻ്റെ തെറ്റിദ്ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അതെല്ലാം വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലും വെളിപാടിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സഭ ഒരിക്കലും എടുക്കപ്പെടുകയില്ല, എടുക്കപ്പെടുന്നത് യുഗാന്ത്യത്തിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ കർത്താവിനെതിരേക്കാനേ വാനമെങ്കിൽ എടുക്കപ്പെടും. അതെവിടെയാണ് കിടക്കുന്നത്? തെസ്സലോനിക്കരുടെ ലേഖനത്തിലാണ്. അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഗോഗും മാഗോഗ് യുദ്ധത്തിന് ഒരുമിച്ച് ചേർക്കുന്ന 1000 വർഷം തികയുമ്പോഴാണ്. 1000 വർഷം തികഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1000 വർഷം കഴിഞ്ഞതിന് ശേഷം അല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട. ഒരുപാട് പേരോട് പലപ്പോഴും ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്. ചില വ്യക്തികളൊക്കെ വ്യക്തമാണ് വചനപ്രവേശകർ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇത് എന്താണ്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് 2033 യുഗം അവസാനിച്ച് കഴിയുമ്പോൾ പിന്നെ നടക്കുന്നത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. ആ ഗോഗ് മാഗോഗ് യുദ്ധമാണ് ഈ സമയത്തിൻ്റെ പകുതി വരെ ആയിരിക്കുന്നു പറഞ്ഞ ശേഷം പിന്നെ വരുന്ന 1335 എന്ന സംഖ്യയായ 45 ദിവസം. ആ 45 ദിവസമാണ് 2034 ജനുവരി 1 മുതൽ 2034 ഫെബ്രുവരി 15 1.5 മാസം, 45 ദിവസം. ആ 45 ദിവസമാണ് ഗോഗ് മാഗോഗ് യുദ്ധം.
അത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് മറ്റു കാര്യം കൂടെ മനസ്സിലാക്കാം. അതായത് ആറാമത്തെ മുദ്രയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് ആറാമത്തെ മുദ്ര? അവൻ ആറാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി, വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ ആകെ രക്തം പോലെയായി, കൊടുങ്കാറ്റിൽ ആടിയുലുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴിയുന്നപോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആകാശം തെറുത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമായി. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനത്തു നിന്ന് മാറ്റപ്പെട്ടു. ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രം ഗുഹകളിലും പാറക്കെട്ടിലും ചെന്നൊളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ, സിംഹാസനത്തിന് മുമ്പിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കുവിൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിന് ദിനം വന്നു കഴിഞ്ഞു, ചേർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുന്നത്, അപ്രത്യക്ഷമാകുന്നത്, തെറുത്തുമാറ്റി ചുരുൾ പോലെ ആകാശം അപ്രത്യക്ഷമാകുന്നുണ്ട്. അതോടനുബന്ധിച്ചാണ് ചന്ദ്രൻ എന്തായിട്ട് മാറുന്നത്? രക്തമായിട്ട് മാറുന്നത്. അപ്പോൾ 2033 കഴിഞ്ഞ് വരുന്ന 45 ദിവസം കഴിയുമ്പോൾ, സമയങ്ങളുടെ പകുതിയും കൂടെ കഴിയുമ്പോൾ 2033 പൊട്ടുന്ന ആറാമത്തെ മുദ്രയുടെ ബാക്കി ഫലമാണ്, ബാക്കി സംഭവമാണ് എന്ത്? 2034 ഫെബ്രുവരി 15 വരെ അത് നീണ്ടിരിക്കും. അതൊരു വർഷത്തിന് മേലെ നിൽക്കും. കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്നൊരു മുദ്രയാണ് ആറാമത്തെ മുദ്ര. ആ ആറാമത്തെ മുദ്രയിലാണ് എന്തു സംഭവിക്കുന്നത്? ആകാശം തെറുത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാവും. അതായത് ആണവ സ്ഫോടനങ്ങൾ ബഹിരാകാശത്ത്, ഹൈപ്പർസോണിക് മിസൈലുകൾ 1, 2 ആയിരക്കണക്കിന് അതിൻ്റെ സ്ഫോടനം ഉണ്ടാവും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ ആകാശം തെറുത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാകുന്നത്. ആ വായു കത്തി ചാമ്പലായി, വായു ചൂടായി കത്തി അതുമുഴുവൻ അഗ്നിയായിട്ട് മാറുന്നു. ആകാശം എന്ന സംഭവം ഇല്ലാതെയാകുന്നു. ചന്ദ്രൻ രക്തം പോലെയാകുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട്, ചന്ദ്രൻ ആകെ രക്തം പോലെയായി. സൂര്യൻ എന്തായി? തുറന്നപ്പോൾ ഞാൻ നോക്കി, വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അതായത് അതിനർത്ഥം സൂര്യൻ എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമായി. അതിനു മുമ്പ് തന്നെ നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 12-ാം തീയതി പറഞ്ഞിട്ട്, 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി, അപ്പോൾ സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. തന്മൂലം അവയുടെ 1/3 ഇരുണ്ടുപോയി, പകലിൻ്റെ 1/3 ഇരുണ്ടുപോയി, അതുപോലെ തന്നെ രാത്രിയുടെ 1/3. അപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയത്തൊക്കെ കാഹളവും ഊതുന്നുണ്ട്. അതായത് ഓരോ മുദ്രയും പൊട്ടുമ്പോൾ സ്വർഗം അറിയാതെയല്ല മുദ്ര പൊട്ടുന്നത്. സ്വർഗത്തിലെ എല്ലാ ദൂതന്മാരും, പിതാവാദിയും പുത്രാദിയും പരിശുദ്ധാത്മാവും ത്രിയേകദൈവം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ദൂതന്മാർക്ക് കൽപ്പന കൊടുത്തുകൊണ്ടാണ് ഈ സംഭവത്തെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് 6 ദിവസം കൊണ്ടാണ് നമുക്കറിയാം. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകം അവസാനിക്കുന്നതിനും ലോകം അവസാനിച്ച് ഒരു പുതിയ യുഗം, അതായത് സ്വർഗ്ഗയുഗം, നിത്യജീവൻ വരുന്നതിനും 6 ദിവസത്തെ മുദ്ര പൊട്ടുകയും 6 ദിവസത്തെ കാഹളമൂതുകയും അതിൻ്റെ എല്ലാ സംഭവങ്ങളും എവിടെ നടക്കുന്നുണ്ട്? ഈ യുഗാന്ത്യത്തിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് കർത്താവ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 6-ാമത്തെ മുദ്ര പൊട്ടുമ്പോൾ ഇതെല്ലാം സംഭവിക്കുക എന്താണ്? 2032 മുതൽ 6-ാമത്തെ മുദ്ര പൊട്ടുമ്പോൾ 2033 പൂർണ്ണമാകും. അതിനുശേഷം 7-ാമത്തെ മുദ്ര പൊട്ടുന്നുണ്ട്. 7-ാമത്തെ മുദ്ര പൊട്ടുമ്പോഴാണ് എന്തു സംഭവിക്കുന്നത്? ഈ യുഗം അവസാനിച്ച് വിശുദ്ധരുടെ പ്രാർത്ഥനകളാണ്. അതായത് മറ്റൊരു ദൂതം സ്വർണ്ണം കൊണ്ടുള്ള ധൂപം കലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള ബലിപീഠത്തിന് മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യങ്ങൾ നൽകപ്പെട്ടു. ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് വന്നു. ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണരും ഭൂമി കുലുക്കമുണ്ടായി. അത് ആ ഭൂമി കുലുക്കത്തോടുകൂടി ഭൂമി ഇല്ലാതാവുകയാണ് 7-ാം മുദ്ര പൊട്ടുമ്പോൾ. അപ്പോൾ 6-ാമത്തെ മുദ്ര പൊട്ടി 7-ാമത്തെ മുദ്ര പൊട്ടി തീരുന്നിടം വരെ ഈ 6-ാമത്തെ മുദ്രയുടെ സംഭവങ്ങൾ ലോകത്ത് ഒരു വർഷം മിച്ചം ഭൂമിയിൽ നിലനിൽക്കും. ആ സമയത്താണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ അപ്രത്യക്ഷമാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഭൂമിയും അതിലെ സമസ്ത വസ്തുവും കത്തി നശിക്കും, ആകാശം തീയിൽ ബന്ധുരുകയും ഭൂമിയും അതിലെ സമസ്ത വസ്തുവും കത്തി നശിക്കുകയും ചെയ്യും എന്ന് കർത്താവ് തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പത്രോസ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുവാൻ ഇനി എത്ര കാലമുണ്ട്? അധികം കാലമുണ്ടോ? 2025 8 വർഷം കൂട്ടി 2033 പിന്നെ 45 ദിവസം ഈ പ്രപഞ്ചം അപ്രത്യക്ഷമാകാൻ. ആ 45 ദിവസമാണ് സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. 1290 സുഹൃത്ത് വയ്ക്കുന്നവൻ ഭാഗ്യവാൻ, 90 ദിവസം ഉണ്ടായിരിക്കും. 1335 സുഹൃത്ത് വയ്ക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ 1290 എന്ന സംഖ്യ 3.5 വർഷമാണ്. അത് സമയമാണെന്ന് ഞാൻ പറഞ്ഞു. ആ സമയം കഴിഞ്ഞ്
പിന്നീട് 1335 ദിവസമല്ല, അത് 1290 കൂടെ 45 എന്ന സംഖ്യ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് 1335 ദിവസം. എന്നാൽ ആ 45 ദിവസം 1.5 മാസമാണ്. അത് 2034 ജനുവരി മുതൽ 2034 ആ ജനുവരി മുതൽ ഫെബ്രുവരി 15-ാം തീയതി വരെയുള്ള 1.5 മാസം. ആ 1.5 മാസമാണ് ഗോഗ് മാഗോഗ് യുദ്ധം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് അത് സംഭവിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടം വരുമ്പോൾ വെളിപാട് 20:1 കർത്താവ് സാത്താൻ, എന്നാൽ 1000 വർഷം തീരുമ്പോൾ സാത്താൻ ബന്ധത്തിന് മോചിതനാവും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. സാത്താൻ പുറത്തു വന്ന് ജനങ്ങളെ വഴിതെറ്റിക്കും. എങ്ങനെ വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം, ക്രിസ്തു, സഭ, കൂദാശകൾ, വചനം ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതൊന്നും ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട രീതിയിൽ അത്രമാത്രം ദുഷ്ട നിറഞ്ഞ ലോകത്ത് വന്നിട്ട് ഈ സംഭവങ്ങൾ, സഭയും ദൈവവും യേശുവും ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആരാധനകളെയും എടുത്തു മാറ്റിക്കൊണ്ട് വഴിതെറ്റിക്കും. എന്ന് ഗോഗ് മാഗോ എന്നിവ യുദ്ധത്തിന് അവൻ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ഈ 1000 വർഷം തിരിഞ്ഞ അന്നേരെ ഗോഗ് മാഗോ യുദ്ധത്തിനായിട്ട് ഒരുമിച്ച് കൂട്ടും. പിന്നെ അവിടെ ഒരു 1000 വർഷത്തെ ഭരണമില്ല. അതാണ് ഞാൻ പന്തക്കുസ്തായുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞത്. അത് ചില തെറ്റിദ്ധാരണകൾ വെച്ചിട്ട് ഒത്തിരി പേര് അങ്ങനെ പന്തക്കുസ്തു ഭാഗത്ത് അങ്ങനെ ക്ലാസ് കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും എന്നെ കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, വളരെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അപ്പോൾ സഭ ഉടനെ എടുക്കപ്പെടുമോ എന്നാണ് ഈ ഗോഗ് മാഗോ യുദ്ധം നടക്കുന്നത്. 2033 യുഗാന്ത്യത്തിന് ശേഷം വീണ്ടും 1000 വർഷം ഭൂമി ഉണ്ടോ, അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്, അതിനുശേഷമാണ് ഗോഗ് മാഗോ യുദ്ധം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ വിളിച്ച് എന്നോട് നേരിട്ട് ചോദിക്കുകയാണ്, ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ്, പ്രിയപ്പെട്ട, ഇതാണ് എൻ്റെ ശരി. അത് 2033 ശേഷം പിന്നെ വരുന്ന 45 ദിവസമാണ് ഗോഗ് മാഗോ യുദ്ധം. ആ 2034 ഫെബ്രുവരി 15-ാം തീയതി സൂര്യനും ചന്ദ്രനും ഭൂമിയും കത്തിച്ചാമ്പലാകും, ലോകം അവസാനിക്കും. പിന്നീട് ഒന്ന് പാതാളവും മറ്റൊന്ന് സ്വർഗവുമായി. പ്രപഞ്ചം 2ആയി തിരിയാണ്. പ്രപഞ്ചം എന്നേക്കുമായി അപ്രത്യക്ഷമാവും, പ്രപഞ്ചമില്ലാതെയാവും. ഒന്ന് പിന്നൊന്ന് യഥാർത്ഥ സ്വർഗവും സ്വർഗരാജ്യവും. ആ സമയത്ത് ഉയർപ്പൊക്കെ നടക്കുന്നത് 2034 ഫെബ്രുവരി മാസത്തിൽ യേശു വരുമ്പോൾ. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, അപ്പോൾ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ സന്നിഹിതനാവും. അപ്പോൾ നമ്മൾ അവശേഷിക്കുന്ന കർത്താവിനെതിരൊക്കെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ആകാശം അപ്രത്യക്ഷമാവുകയും ഭൂമി കത്തിനശിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ മിന്നൽ പുണപ്പൊലിയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. അപ്പോൾ കർത്താവ് ഭൂമിയിലേക്ക് 2034 ഫെബ്രുവരി 15-ാം തീയതി പകൽ 12 മണിക്ക് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരികയും മരിച്ചവരെ ഉയർപ്പിക്കുകയും പ്രപഞ്ചത്തെ നശിപ്പിച്ചൊന്ന് പാതാളമാക്കി മാറ്റുകയും ബാക്കി തൻ്റെ യേശുവിനോട് ചേർന്ന് നിന്ന മുഴുവൻ മനുഷ്യരെയും നിത്യത്തിലേക്ക് ചേർത്തുകൊണ്ട് വാനമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ തെസ്സലോനിക്കയിൽ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം എല്ലാവരും കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ രൂപാന്തരം പ്രാപിക്കും. ഒറ്റ സെക്കൻഡ് മതി മനുഷ്യ ശരീരം രൂപാന്തരം പ്രാപിക്കാൻ, ഒറ്റ സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 70-80 കിലോ 1 കിലോ തൂക്കമുള്ള ഒരു മനുഷ്യൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് രൂപാന്തരപ്പെട്ടാൽ എങ്ങനെയാണ് ആ മനുഷ്യൻ ആകാശത്തേക്ക് പൊങ്ങിപ്പോവുക? നിങ്ങളൊന്ന് ആലോചിക്കുക, പൊങ്ങുമോ? അത്ഭുതമാണോ അത്? പ്രിയപ്പെട്ടത്, വിശ്വസിക്കാൻ പറ്റുമോ? അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. അത് ഞാൻ ഇതിന് മുമ്പൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അടുത്ത ക്ലാസ്സിലായിട്ട് നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 6 മുദ്രകൾ പൊട്ടുമ്പോൾ ഈ ലോകം അവസാനിക്കുമെന്ന സത്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 2027 ആഗോള യുദ്ധം തുടങ്ങുമെന്നും 27 മുതൽ 30 ജൂൺ മാസം വരെ, ജൂലൈ മാസത്തിൽ 1-ാം തീയതിക്ക് മുമ്പ് വരെയുള്ള ഈ സമയം എന്താണ് സംഭവിക്കുക? 3.5 വർഷം പൂർത്തിയാകുമെന്നും ആ 3.5 വർഷമാണ് ഇസ്രായേലിൻ്റെ ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയും ആ ജെറുസലേം ദേവാലയത്തിൽ അവരുടെ പഴയകാല ആരാധനയുടെ ആരംഭവും ലോകത്തുള്ള മുഴുവൻ യഹൂദന്മാരും സകല യഹൂദരും എല്ലാവരും അവിടെ ആരാധനയ്ക്കായിട്ട് ഒത്തുകൂടുമെന്നും അങ്ങനെ ഒത്തുകൂടുമ്പോൾ അങ്ങനെ 3.5 വർഷം തികയുമ്പോൾ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് എതിർ ക്രിസ്തു അധികാരത്തിൽ വന്നുകൊണ്ട് ലോകത്തെ 3.5 വർഷം പിന്നീട് ഭരിക്കും. ആ 3.5 വർഷമാണ് സമയങ്ങളും സമയത്തിൻ്റെ പകുതി എന്ന് ഞാൻ പറഞ്ഞു. അതിന് വേറെ പേരുണ്ട്, 1290 ദിവസം ഉണ്ടായിരിക്കും. 1290 ദിവസത്തിൻ്റെ കൂടെ 45 ദിവസം കൊണ്ട് കൂടുമ്പോൾ കിട്ടുന്നതാണ് 2034 ഫെബ്രുവരി 15. അതാണ് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും. ആ സമയത്ത് 2033 യുഗാന്ത്യം അവസാനിക്കുമ്പോൾ 1000 വർഷം തികയുമ്പോൾ ഗോഗ് മാഗോ യുദ്ധത്തിനായിട്ട് പിന്നീട് വരുന്ന 45 ദിവസം ഈ ഭൂമിയിൽ ആണവ യുദ്ധമുണ്ടാകും, ബഹിരാകാശ യുദ്ധമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വ്യക്തമായിട്ട് വിശുദ്ധ വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൻ്റെ കണക്കും ദിവസവും വർഷവും ചേർത്താണ് ഞാൻ ഈ ക്ലാസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് കേൾക്കുന്നവർക്കൊരു സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ചിലർ സംശയത്തിൽ ചോദിക്കുന്നുണ്ട്, ഈ ചിപ്പൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഈ ചിപ്പ് വന്നാൽ അത് ഉപയോഗിക്കരുതെന്നും അത് നമ്മൾ കയ്യിൽ കുത്തരുതെന്നും വ്യക്തമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ
അത് ഇന്ന് സമയം തീർന്നു പോകുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾക്ക് തരാം. അതുവരെ നമുക്ക് ഈ മുദ്രകളെക്കുറിച്ചുള്ള പിന്നീട് 7ാമത്തെ മുദ്രയെ പറ്റി പറയുന്നുണ്ട്. 6 മുദ്ര ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 7ാം മുദ്ര എവിടെയാണുള്ളത് വെച്ചാൽ വെളിപാടിൻ്റെ പുസ്തകം 8ാം അധ്യായത്തിലാണ്. സിംഹാസനത്തിലെ ബലിപീഠത്തിന്മേൽ അത് ഞാൻ നാളെ അതോട് കൂട്ടി ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. 1ാം മുദ്ര, 2ാം മുദ്ര ഏതൊക്കെ വർഷങ്ങളാണ് പൊട്ടുന്നത്, അത് പൊട്ടുന്ന എന്തെല്ലാം സംഭവത്തിൻ്റെ മുദ്രകളാണ് പൊട്ടുന്നത്, ലോകം കണ്ടിട്ടുള്ള കാര്യങ്ങളാണോ കേൾക്കുന്നത്, എന്തൊക്കെയാണ് ആ സമയങ്ങളിൽ സംഭവിക്കുന്നത്, ആ സമയത്ത് യുദ്ധം എങ്ങനെയായിരിക്കും, പകർച്ചവ്യാധി ക്ഷാമം എങ്ങനെയായിരിക്കും, ആ സമയത്ത് സഭയില്ലാതെ വരും, അപ്പോൾ നമ്മുടെ വിശ്വാസവിശുദ്ധി എങ്ങനെയായിരിക്കും, ജനതകളെ പാതാളത്തിലേക്ക് വലിച്ചു താഴ്ത്തും, അങ്ങനെ താഴ്ത്താതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തിരിക്കണം, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അറിഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ ആത്മനാശം, അതായത് നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയും മറ്റുള്ളവർ രക്ഷിക്കപ്പെട്ട് പോവുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു വേദനയുണ്ടോ, അത് വലിയ വേദനയാണ്. അവിടെ കർത്താവ് വന്നിരിക്കുന്നത്, അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കുന്നു വന്നിരിക്കുന്നത്. അയ്യോ, അവരെൻ്റെ കൂട്ടത്തിൽ നിന്നവരെല്ലാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടല്ലോ, ഞാൻ ഇവിടെ ഭൂമിയിൽ പെട്ടുപോയല്ലോ, ഇനി എന്നെ ആര് രക്ഷിക്കും, ആരെൻ്റെ സഹായത്തിന് വരുമെന്ന് അവിടെ നിലവിളിക്കുന്ന ആ നിലവിളി കേൾക്കാൻ ഭൂമിയിൽ ആരും ഉണ്ടായിരിക്കില്ല. ഒരു മനുഷ്യൻ പോലും ഭൂമി നശിക്കുകയാണ്, ഭൂമി പാതാളമായിട്ട് മാറും. 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള ഭൂമി ഒരു നിത്യ പാതാളമായിട്ട് അതിൻ്റെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടേയിരിക്കും. അത് ഏഷ്യ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അഗ്നി തടാകം, അത് വെളിപാട് പറയുമ്പോൾ അഗ്നി തടാകം എന്നാണ് വന്നിരിക്കുന്നത്. ആ അഗ്നി തടാകത്തിൻ്റെ സംഭവത്തെക്കുറിച്ചൊക്കെ വെളിപാടിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഓരോ മുദ്രയുടെ പ്രാധാന്യവും, ആ മുദ്ര എപ്പോൾ പൊട്ടുന്നു, എങ്ങനെ പൊട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. ഈ 2027 തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ സമയമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് മുമ്പിൽ അല്പസമയം കൂടി. അതിന് പിശാച് അലർന്ന സിംഹത്തെ പോലെ ഇറങ്ങിയിട്ടുണ്ട്. വെളിപാട് തന്നെ എഴുതിയിട്ടുണ്ടത്. അലർന്ന സിംഹത്തെ പോലെ ഇട്ടുണ്ട്. അവൻ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയം കൂടി ഉള്ളതുകൊണ്ട് അവൻ പിശാച് അലർന്ന സിംഹത്തെ പോലെ ഇട്ടുണ്ട്. അവൻ്റെ പിടിയിൽപ്പെടാതെ നാം സദാ ജാഗരൂകരായിരിക്കുക, സദാ വിശുദ്ധിയിലായിരിക്കുക, സദാ പ്രാർത്ഥനയിലായിരിക്കുക. ഈ സംഭവങ്ങൾ ആരംഭിച്ച് തുടങ്ങി പ്രശ്നം കൊണ്ട് രൂക്ഷമായി കഴിയുമ്പം നമ്മൾ അങ്ങോട്ട് പോയേക്കാം, ഇങ്ങോട്ടൊന്ന് പോയേക്കാം, നമുക്ക് ജോലി സ്ഥലത്തൊന്ന് വീട്ടിൽ ചെന്നേക്കാം, അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചൊന്ന് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും അതിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ അന്നേരം ഉണ്ടായിരിക്കില്ല, നിലനിൽക്കുകയില്ല. ഇപ്പോൾ മാത്രമാണ് സമയം. 2026 ഒരു ഓഗസ്റ്റ് മാസത്തിനൊക്കെ മുമ്പ്, അതായത് ഇന്നേക്ക് പറഞ്ഞാൽ കറക്റ്റ് ഒരു വർഷത്തിന് മുമ്പുള്ള സമയം ഇപ്പോൾ. ശേഷം പറഞ്ഞാൽ 12 മാസം കഷ്ടിയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും സന്തോഷ് കൃപാന്തര പ്രസംഗത്തിൽ കേട്ടത് യാദൃശ്യമായിട്ടൊരു കുറച്ച് സമയം അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കേട്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമയമില്ലെങ്കിൽ ഞാനൊരു കുറുക്കുവഴി പറഞ്ഞു തരാം, ഒരു ഫോർമുല പറഞ്ഞു തരാം. അതിങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ലീവ് എടുത്ത് പ്രാർത്ഥിക്കാൻ അദ്ദേഹം ഒരിക്കലും പറയുണ്ടായി എന്ന് പറഞ്ഞത് വളരെ സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ ജോലിയുടെ തിരക്കിലാണ്. പണം 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 പണം, വീട് 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 വീട്, കാറ് 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 കാറ്, ഇതെല്ലാം നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ നിൽക്കുക. സ്ഥാനം സ്ഥാനം സ്ഥാനം, ഞാൻ ആ സ്ഥാനത്ത്, ഞാൻ ആ സ്ഥാനത്ത്, ഞാൻ ഈ സ്ഥാനത്ത്, മാനേജർ, ഞാൻ അങ്ങനെ ഇതെല്ലാം ശൂന്യമായി പോവാണ്. പക്ഷേ സമ്പത്തിൻ്റെ മേശയെ കർത്താവ് തട്ടിമറിക്കും. അപ്പോൾ തട്ടിമറിക്കുമ്പോൾ നമുക്കൊന്നുമില്ലാത്ത ദിവസം. അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ നിത്യജീവൻ വേണം, നിത്യജീവിതം ആവശ്യമാണ്, അതെനിക്ക് കിട്ടിയേ പറ്റുമെന്ന് വാശി പിടിക്കുന്നവർ, അങ്ങനെ പിടിച്ച് വിശുദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഈ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ ധ്യാന ക്ലാസ്സോ കുമ്പസാരത്തിൽ ക്ലാസ്സോ കേൾക്കാൻ പറ്റുമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എൻ്റെ ക്ലാസ് തന്നെ കേൾക്കണം. കാരണം ഇത് ഇത്ര വ്യക്തമായിട്ട് പറയാൻ നിങ്ങൾക്ക് വേറൊരിടത്തും ക്ലാസ് കിട്ടിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ കുമ്പസാരത്തിൽ ഒരുക്കമൊക്കെ എൻ്റെ സ്പെഷ്യൽ കുമ്പസാര ക്ലാസ്സും ധ്യാന ക്ലാസ്സുകളുമാണ്. അത് നമുക്ക് സഭയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ എന്നെ ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ധ്യാന ക്ലാസ്സും കുമ്പസാരത്തിൽ ക്ലാസ്സും ലഭിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മഴ ലേശം കുറഞ്ഞാൽ അടുത്ത മാസം മുതൽ നമ്മുടെ ധ്യാന ക്ലാസ്സുകൾ ആരംഭിക്കും. അതിൻ്റെ ഡേറ്റുകൾ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഭൂമിയിലെ എല്ലാ ചിന്തകളും, ഭൂമിയിലെ സമ്പത്ത്, ജോലി, സ്ഥാനമാനങ്ങൾ, അതിൻ്റെ വീട് സംവിധാനങ്ങൾ, സുഖ സൗകര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ, കാറ് തുടങ്ങിയ എല്ലാം നമ്മൾ പെൻഡിങ്ങിൽ വെക്കുകയോ ഉപേക്ഷിക്കുകയോ വേണ്ടാന്ന് വെക്കുകയോ ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിലേക്കുള്ളൊരു മടങ്ങി വരവ്, യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ടൊരു തിരിച്ചു വരവ്, യേശു ക്രിസ്തുവിന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ, യേശു ക്രിസ്തുവിന് വേണ്ടി
തൻ്റെ ജീവനെയും ജീവിതത്തെയും ആത്മാവിനെയും സംരക്ഷിക്കാനുള്ള ചിന്ത. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അയൽപക്കത്തുള്ളവർ, എൻ്റെ ഇടവാസമുഖം, എൻ്റെ സഭ, ആ സഭയിലെ മുഴുവൻ ജനങ്ങളും രക്ഷ പ്രാപിക്കണമെന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ രൂപാന്തരപ്പെടണം പ്രിയപ്പെട്ടവരെ. കാരണം ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും, വലിയ വേദനകളുടെ കാലം ആരംഭിക്കും. അതിനാൽ ഇപ്പോൾ 12 മാസത്തിനുള്ളിൽ രക്ഷപ്പെടാനും വിശുദ്ധി പ്രാപിക്കാനും ക്രിസ്തുവിൻ്റെ വരട്ട് ഒരുങ്ങാനും പറ്റുന്നവർ ഒരുങ്ങിക്കൊള്ളുക. അതുമാത്രമേ എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളൂ. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മെ വിശുദ്ധീകരിക്കുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. നാളത്തെ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്, ലോകത്തിൻ്റെ അവസാനം, സ്വർഗത്തിൻ്റെ വരവ്, ഭൂമി പാതാളത്തിൻ്റെ ഉദ്ഘാടനം, അതെല്ലാം കൂടെ എങ്ങനെ സംഭവിക്കുന്നു ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ് തരാം. അതിനാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മുടെ മുമ്പിൽ ഒരു സമയം ഇല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരുങ്ങിക്കൊള്ളുക. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരുങ്ങാം. അതിനായി നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അഗ്നിയാക്കി മാറട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ തീഷ്ണതയും ജ്വലനവും നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.